പർച്ചേസ് മൊഡ്യൂളിൻ്റെ അണ്ടറിൽ പേയ്മെൻറ്റ്സ് മെയ്ഡ് എന്ന് പറയുന്നൊരു ഫോം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഫോം ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ഓർഗനൈസേഷനിൽ നമ്മൾ സപ്ലയറിന് കൊടുത്ത പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പേയ്മെൻറ്റ്സ് മെയ്ഡ് ഫോം ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ്സ് മെയ്ഡ് സെർച്ച് ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ ഒരു പേജിൽ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഈ ഒരു ടേബിളിൽ വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മൾ പേയ്മെൻറ്റ് മെയ്ഡ് ഈ ഒരു ഫോമിൽ നമുക്ക് 3 ടൈപ്പ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഡാറ്റ ടേബിൾ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഡേറ്റ്, നമ്മൾ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്ത ഡേറ്റ്, അതുപോലെ തന്നെ ആ ഒരു പേയ്മെൻറ്റ് ഫോമിൻ്റെ റെഫറൻസ് നമ്പർ, പാർട്ടി നെയിം, നെക്സ്റ്റ് അതിൻ്റെ ടൈപ്പ്, ഏത് ടൈപ്പ് പേയ്മെൻ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ 3 ടൈപ്പ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അതിൽ ഏത് ടൈപ്പാണെന്നുള്ളത് ഈ ഒരു ഫീൽഡിൽ നമുക്ക് കാണാം. നെക്സ്റ്റ് അപ്ലൈഡ് ഇൻവോയ്സസ്. അപ്ലൈഡ് ഇൻവോയ്സ് അതായത് ഇപ്പോൾ നമ്മളൊരു പർച്ചേസ് റിട്ടേൺ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു റിട്ടേൺ ക്യാൻസൽ ചെയ്ത പർച്ചേസ് റിട്ടേണിൻ്റെ ആ ഒരു ഫണ്ട് നമ്മൾ വേറൊരു ഇൻവോയ്സിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, ഇൻവോയ്സ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് എമൗണ്ട് പെയ്ഡ്, അതുപോലെ തന്നെ അൺയൂസ്ഡ് എമൗണ്ട്, ഇത്രയും ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം. അൺയൂസ്ഡ് എമൗണ്ട് നമ്മളുടെ ഒരു അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെ അൺയൂസ്ഡ് എമൗണ്ട് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അഡ്വാൻസ് പേയ്മെൻറ്റ് നമ്മൾ ചെയ്തത് ട്രാൻസാക്ഷനിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അൺയൂസ്ഡ് എമൗണ്ട് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഇവിടെ ഓരോ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ്റെ നേരെ നമുക്കൊരു വ്യൂ ഐക്കൺ കാണാം. ഈ ഒരു വ്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേയ്മെൻറ്റ് മെയ്ഡ് വ്യൂ എന്നുള്ളൊരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. ആ ഒരു പേയ്മെൻറ്റ് മെയ്ഡ് വ്യൂവിൽ നമ്മളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് എമൗണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് മോർ ഓപ്ഷൻസ് നോക്കാം. ഓരോ ഫോമിൻ്റെയും നേരെ നമുക്ക് മോർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഈ ഒരു മോർ ഓപ്ഷൻസിൽ ഫസ്റ്റ് വൺ വരുന്നത് എഡിറ്റ് ഓപ്ഷനാണ്. നമ്മൾ റെക്കോർഡ് ചെയ്ത പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് ഫോമിലേക്കായിരിക്കും പേജ് ഓപ്പൺ ആവുന്നത്. നെക്സ്റ്റ് വൺ വ്യൂ ഐക്കൺ ആണ്. ഇവിടെ മോർ ഓപ്ഷൻസിലുള്ള വ്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഉള്ള ആ ഒരു പേയ്മെൻറ്റ് ഫോം ആയിരിക്കും ഓപ്പൺ ആവുന്നത്. അത് ജസ്റ്റ് നമുക്ക് എമൗണ്ട് ഡീറ്റെയിൽസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ്, ബൈ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വ്യൂ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ എക്സ്പോർട്ട് ടു PDF എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേയ്മെൻറ്റ് ഫോം നമുക്ക് PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് വൺ ആണ് പ്രിൻറ്റ് ഓപ്ഷൻ. ക്രിയേറ്റ് ചെയ്ത പേയ്മെൻറ്റ് ഫോം നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും കാരണത്താൽ ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ക്യാൻസൽ ചെയ്ത പേയ്മെൻറ്റ് ഫോം നമുക്ക് ഇവിടെ റെഡ് കളറിലായിരിക്കും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ക്യാൻസൽഡ് എന്ന് പറയുന്ന ഒരു ഫോം നമുക്ക് റെഡ് കളറിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൽ വരുന്ന മെനൂസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരു സെർച്ച് ബാർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പാർട്ടി നെയിം, അതായത് നമുക്ക് സപ്ലയർ നെയിം സെർച്ച് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ സപ്ലയറുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് മാത്രം സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫിൽറ്റർ ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം. പർട്ടിക്കുലർ ഡാറ്റ ആയിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്യാം. ഫിൽറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവോയ്സ് നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സെർച്ച് ബാറിൽ പോലെ തന്നെ പാർട്ടി നെയിം എൻ്റർ ചെയ്യാം. അതുപോലെ നമുക്ക് ബൈ ഡേറ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫ്രം ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് വൈസ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതുപോലെ സ്റ്റാറ്റസ് വൈസ് ഡീറ്റെയിൽസ് നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ ക്യാൻസൽഡ് വൈസ് അല്ലെങ്കിൽ ആക്റ്റീവ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂ പേയ്മെൻറ്റ് ഓപ്ഷനാണ്. നമുക്ക് ആഡ് ന്യൂ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 3 ടൈപ്പ് ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആ 3 ഓപ്ഷൻസ് ഇവിടെ കാണാം. പേയ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഏത് പേയ്മെൻറ്റ് ഫോം വേണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ന്യൂ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് ഡാറ്റ, നമ്മുടെ പേയ്മെൻറ്റ് മെയ്ഡ് ഡാറ്റ കാര്യങ്ങളെല്ലാം നമുക്ക് വേറൊരു എക്സലിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഓരോ പേയ്മെൻറ്റ് ടൈപ്പ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സപ്ലയർ പേയ്മെൻറ്റ് ഓപ്ഷനാണ് വരുന്നത്. സപ്ലയർ പേയ്മെൻറ്റ് ഫോം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ന്യൂ സപ്ലയർ പേയ്മെൻറ്റ് ഫോമാണ് ഓപ്പൺ ആകുന്നത്. ഈ ഒരു ന്യൂ സപ്ലയർ പേയ്മെൻറ്റ് ഫോമിൽ നമുക്ക് സപ്ലയർ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു സപ്ലയറുടെ ഡീറ്റെയിൽസ്, അതായത് ഇൻവോയ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഇൻവോയ്സിന് അഗെയിൻസ്റ്റ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്കതെങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് നോക്കാം. റഫറൻസ് നമ്പർ ഓട്ടോമാറ്റിക്കലി ഇവിടെ കണ്ടിന്യൂഷനായിട്ട് നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും.
നെക്സ്റ്റ് ഇവിടെ സപ്ലയർ നെയിം കാണാം. സപ്ലയർ നമുക്ക് സെലക്ട് ചെയ്യാം. ഒരു സപ്ലയർ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു സപ്ലയറുടെ ഡീറ്റെയിൽസ്, ഇൻവോയ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എനേബിൾ ആയിരിക്കും. അതുപോലെ തന്നെ സപ്ലയർ സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ GST ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി വിസിബിൾ ആവും. നെക്സ്റ്റ് നമുക്കിവിടെ ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളുടെ പേയ്മെൻറ്റ് കൊടുത്ത ബൈ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ആണോ ബാങ്ക് അക്കൗണ്ട് ആണോ, ഏത് അക്കൗണ്ടിലൂടെയാണോ പേയ്മെൻറ്റ് ചെയ്ത് ആ അക്കൗണ്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നരേഷൻ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നരേഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു പേപ്പർലെസ്സിൻ്റെ ഒരു ഐക്കണാണ് ഈ കാണുന്നത്. നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ് paperless.com എന്ന് പറഞ്ഞ ആ ഒരു ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് അസോസിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണത്. നെക്സ്റ്റ് വരുന്ന ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പ് ആണ്. ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇൻസ്ട്രുമെൻറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഇൻസ്ട്രുമെൻറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ക്യാഷ് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ, ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പ് ക്യാഷ് ആണെങ്കിൽ നമുക്കിവിടെ ഇൻസ്ട്രുമെൻറ്റ് നമ്പർ കോളമെല്ലാം നമുക്ക് ബ്ലോക്ക് ആയിരിക്കും. നെക്സ്റ്റ് വൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഓരോ സപ്ലയർ സെലക്ട് ചെയ്തതിന് ശേഷം ആ സപ്ലയറുടെ നമ്മൾ ഡീറ്റെയിൽസ്, അതായത് പർച്ചേസ് ഡീറ്റെയിൽസ്, ആ സപ്ലയറിന് അഗേൻസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻവോയ്സ് ചെയ്ത പർച്ചേസ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഏത് ഇൻവോയ്സിനാണോ നമ്മൾ എമൗണ്ട് ചെയ്തത് ആ ഇൻവോയ്സിൻ്റെ നേരെ നമുക്കിവിടെ എമൗണ്ട് കോളം ഉണ്ട്. ആ എമൗണ്ട് നമുക്ക് എൻ്റർ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു സപ്ലയർ, ഒരു പർട്ടിക്കുലർ സപ്ലയറുടെ ഫുള്ളി നമ്മൾ എമൗണ്ട് പേ ചെയ്തു, സെറ്റിൽ ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ എമൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി എമൗണ്ടിൻ്റെ അവിടെ എമൗണ്ട് നമുക്ക് എൻ്റർ ആവും. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സപ്ലയർ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പോൾ ഹാഫ് പേയ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഹാഫ് പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് ഏത് ഇൻവോയ്സിനാണോ പേയ്മെൻറ്റ് ചെയ്തത് ആ ഇൻവോയ്സിന് അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് എമൗണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് കൊടുക്കുക. സപ്ലയർ പേയ്മെൻറ്റ് സേവ് ചെയ്തതിന് ശേഷം ഈ ഒരു പേയ്മെൻറ്റ് മെയ്ഡ് വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു പേയ്മെൻറ്റ് മെയ്ഡ് വ്യൂവിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഫസ്റ്റ് നമുക്ക് നമ്മളുടെ ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമ്മൾ ഏത് സപ്ലയറിനാണോ ഇത് ബില്ല് ചെയ്തത് ആ സപ്ലയറുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണാം. അതിനുശേഷം നമ്മളുടെ ഇൻവോയ്സ് എമൗണ്ട്, പേ ചെയ്ത എമൗണ്ട്, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് ഇതിൽ വരുന്ന മെനൂസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂ സപ്ലയർ പേയ്മെൻറ്റ് ഓപ്ഷൻ നമുക്കിവിടെ കാണാം. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ന്യൂ സപ്ലയർ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാൻ നമുക്ക് ഈ ഒരു മെനു ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ന്യൂ സപ്ലയർ പേയ്മെൻറ്റ് മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഒരു ന്യൂ പേയ്മെൻറ്റ് ഫോമിലേക്ക് ആയിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മെനു നോക്കാം. ഹിസ്റ്ററി മെനു ആണ് ഈ ഒരു ഐക്കൺ. ഈ ഒരു ഹിസ്റ്ററി മെനു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു പേയ്മെൻറ്റ് എൻട്രി ആരാണ് ഇട്ടത്, ഏത് യൂസറാണ് ഇട്ടത്, അത് ഏത് ഡേറ്റിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഹിസ്റ്ററി ടാബിൽ കാണാം. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത എമൗണ്ട്, പേയ്മെൻറ്റ് മോഡ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു നെക്സ്റ്റ് ടാബിൽ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് വ്യൂ ജേണൽ എന്ന് പറയുന്നൊരു മെനു ഐക്കണാണ്. ഈ ഒരു വ്യൂ ജേണൽ ഓപ്ഷനിൽ നമുക്ക് പേയ്മെൻറ്റ് എൻട്രി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മളുടെ ജേണൽ എൻട്രി എങ്ങനെ വരുന്നത് എന്നുള്ളത് പേയ്മെൻറ്റിൻ്റെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വൺ നമുക്ക് സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് പേപ്പർ സൈസ് ഫോർമാറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു 3 ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തത് വരുന്നത് എഡിറ്റ് മെനു എന്ന് പറയുന്ന ഒരു ഐക്കണാണ്. നമ്മൾ ഈ ഒരു റെക്കോർഡ് ചെയ്ത പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് എഡിറ്റ് ചെയ്യണം, എന്തെങ്കിലും കാരണത്തിൽ നമുക്ക് കറക്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പേയ്മെൻറ്റിൻ്റെ ഫോമിലേക്ക് തന്നെ ആയിരിക്കും റീഡയറക്റ്റ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട എഡിറ്റ് ചേഞ്ചസ് കാര്യങ്ങൾ നമുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചേഞ്ചസ് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ടു PDF എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. നമ്മൾ റെക്കോർഡ് ചെയ്ത പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു ഫോം നമുക്ക് PDF ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പേയ്മെൻറ്റ് മെയ്ഡ് ഫോം പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തത് വരുന്നത് ഇമെയിൽ ഓപ്ഷനാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് മെയിൽ ചെയ്യണം. നമ്മുടെ സപ്ലയറിന് അത് മെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇമെയിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മെയിലിൻ്റെ ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ആവും. അതിൽ നമ്മളുടെ സപ്ലയർ ഡീറ്റെയിൽസ്, സപ്ലയറിൻ്റെ ഇമെയിൽ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി എനേബിൾ ആയിരിക്കും. അതുപോലെ അതിൻ്റെ കണ്ടൻറ്റ് കാര്യങ്ങൾ, എമൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതില്ല, ഓട്ടോമാറ്റിക്കലി എല്ലാം എനേബിൾ ആയിരിക്കും. ജസ്റ്റ് സെൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും.
അടുത്തത് വരുന്നത് മോർ ഓപ്ഷൻസ് ആണ്. മോർ ഓപ്ഷൻസിൽ നമുക്ക് ക്യാൻസൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്ത പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, പേയ്മെൻറ്റ് ഫോം എന്തെങ്കിലും കാരണത്താൽ ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് മെയ്ഡ് വ്യൂവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. റൈറ്റ് സൈഡിലുള്ള എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ ഒരു ഫസ്റ്റ് നമ്മൾ കണ്ട പേയ്മെൻറ്റ് മെയ്ഡ് സെർച്ച് എന്ന് പറയുന്ന പേജിലേക്കാണ് റീഡയറക്ട് ചെയ്യുന്നത്. നമ്മളുടെ ആഡ് ന്യൂ ഐക്കണിൽ സപ്ലയർ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് സപ്ലയർ അഡ്വാൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. നമ്മൾ ഒരു സപ്ലയറിന് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം, അഡ്വാൻസ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു സപ്ലയർ അഡ്വാൻസ് എന്ന് പറയുന്നൊരു ഫോമിൽ റെക്കോർഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. സപ്ലയർ അഡ്വാൻസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ സപ്ലയർ പേയ്മെൻറ്റ് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തതുപോലെ സപ്ലയർ അഡ്വാൻസിൻ്റെ ഒരു ഫോമാണ് നമുക്ക് ഓപ്പൺ ആവുന്നത്. ഈ ഒരു ഫോമിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഫസ്റ്റ് സപ്ലയർ നമുക്ക് സെലക്ട് ചെയ്യാം. സപ്ലയർ സെലക്ട് ചെയ്തതിന് ശേഷം സപ്ലയറുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്നതായിരിക്കും. അതുപോലെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ബൈ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ എമൗണ്ട്, നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്ത എമൗണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ എൻട്രി ചെയ്യാം. അഡ്വാൻസ് എമൗണ്ട് എൻട്രി ചെയ്തതിന് ശേഷം നറേഷൻ ആഡ് ചെയ്യാം. നറേഷൻ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമുക്ക് സേവ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ ആ ഒരു കസ്റ്റമർ പേയ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്ത അതേ ഫോർമാറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെയും യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് സേവ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. സപ്ലയർ അഡ്വാൻസ് പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് സെയിം ഒരു പേയ്മെൻറ്റ് മെയ്ഡ് വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. നമ്മൾ നേരത്തെ ആ സപ്ലയർ പേയ്മെൻറ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം വന്ന ആ ഒരു പേയ്മെൻറ്റ് മെയ്ഡ് വ്യൂ തന്നെയാണ്. ആ മെനൂസ് കാര്യങ്ങളൊക്കെ സെയിം ഫോർമാറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെയും അവൈലബിൾ ആയിട്ട് വരുന്നത്. നമുക്ക് ഈ ഒരു ഫോം നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ അറിയാൻ പറ്റും അതിൻ്റെ ഡിഫറൻസ് കാര്യങ്ങൾ, നമ്മൾ ഏത് ടൈപ്പ് പേയ്മെൻ്റ് ആണ് കൊടുത്തതെന്നുള്ളത് ഈ ഒരു സപ്ലയർ പേയ്മെൻറ്റ് ഫോം നോക്കി നമുക്കറിയാം. ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കാണാം അഡ്വാൻസ് എമൗണ്ട് എന്നുള്ളത്. ആ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക്, എമൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മെനൂസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, സെയിം മെനൂസ് ആണ്, ഓപ്ഷൻസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. നമുക്ക് റൈറ്റ് സൈഡിൽ എക്സിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് മെയ്ഡ് സെർച്ചിലേക്ക് തന്നെയാണ് റീഡയറക്ട് ചെയ്യുന്നത്. നമുക്ക് തേർഡ് വൺ വരുന്നത് തേർഡ് ടൈപ്പാണ് ഓപ്പണിംഗ് സെറ്റ് ഓഫ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഓപ്പണിംഗ് സെറ്റ് ഓഫ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കൊടുക്കാനുള്ള സപ്ലയറിന് നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് സെറ്റ് ഓഫ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. ഓപ്പണിംഗ് സെറ്റ് ഓഫ് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റിലും സപ്ലയർ പേയ്മെൻറ്റിലെല്ലാം കണ്ടതുപോലെ തന്നെ ആ ഒരു സെയിം ഫോർമാറ്റ് പോലെ തന്നെയാണ് സപ്ലയർ ഓപ്പണിംഗ് ബാലൻസ് സെറ്റ് ഓഫിലും ഫോം ഓപ്പൺ ആവുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നേരത്തെ ഡാറ്റ എൻട്രി ചെയ്തതുപോലെ തന്നെ നമുക്ക് ഡേറ്റ് ഇവിടെ എൻട്രി ചെയ്യാം. ഡേറ്റ് എൻട്രി ചെയ്തതിന് ശേഷം നമ്മളുടെ സപ്ലയർ ഏതാണോ സപ്ലയർ, നമുക്ക് ഏത് സപ്ലയറിനാണ് നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത് ആ സപ്ലയർ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സപ്ലയർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമ്മൾ എൻട്രി ചെയ്യേണ്ടത് നമ്മളുടെ ബൈ അക്കൗണ്ട്, ക്യാഷ് പേ ചെയ്ത ബൈ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നറേഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നറേഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് വരുന്ന ഇൻസ്ട്രുമെൻറ്റ് ടൈപ്പ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഡേറ്റ് കാര്യങ്ങൾ, അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണിത്. നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ സപ്ലയർ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏത് സപ്ലയർ ആണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ സപ്ലയറുടെ ഓപ്പണിംഗ് ബാലൻസ് നമുക്കിവിടെ കാണാം. നമ്മൾ ഓൾറെഡി ആ ഓപ്പണിംഗ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ് ചെയ്ത എമൗണ്ട് കാണാൻ സാധിക്കും. അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാലൻസ് എമൗണ്ട് നില്ലായിരിക്കും. അതുപോലെ നമുക്ക് ഇനി ചെയ്യാനുള്ള എമൗണ്ട് ആണ് ഈ ഒരു ബാലൻസ് എമൗണ്ട് വരുന്നത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത എമൗണ്ട് ഇവിടെ എൻട്രി ചെയ്യുക. എമൗണ്ട് എൻട്രി ചെയ്തതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് ബാലൻസ് സെറ്റ് ഓഫ് സേവ് ചെയ്യാൻ സാധിക്കും. സപ്ലയർ ഓപ്പണിംഗ് സെറ്റ് ഓഫ് റെക്കോർഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് മെയ്ഡ് വ്യൂ പോലെ നമുക്ക് ഈ ഒരു സപ്ലയറിംഗ് ഓപ്പണിംഗ് സെറ്റ് ഓഫ് വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കലി അത് സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പേജ് ഓപ്പൺ ആവുന്നതാണ്. ഈ ഒരു ഫോമിൽ നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ഫോം നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, ഓരോ സപ്ലയറുടെയും ഓപ്പണിംഗ് ബാലൻസ് എമൗണ്ട് എത്രയാണോ അത് എത്രയായിരുന്നു, അതിൻ്റെ ടോട്ടൽ പേ ചെയ്ത എമൗണ്ട് എത്രയാണ്, ഇനി ബാലൻസ് എത്രയുണ്ട്. നമ്മളിപ്പോൾ ഹാഫ് പേയ്മെൻ്റ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ എമൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെനൂസ് കാര്യങ്ങളെല്ലാം നമ്മുടെ ഹിസ്റ്ററി മെനു, വ്യൂ ജേണൽ, അതുപോലെ തന്നെ എക്സ്പോർട്ട് ടു PDF, പ്രിൻറ്റ്, അതുപോലെ തന്നെ ഇനി ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ഓപ്ഷൻസ്, എല്ലാ ഡീറ്റെയിൽസ്, എല്ലാ മെനൂസും നമുക്ക് ഈ ഒരു ഫോമിലും അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ എക്സിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പേയ്മെൻറ്റ് മെയ്ഡ് സെർച്ച് ആണ് റീഡയറക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് മെയ്ഡ് ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ളത്.
താങ്ക് യു.